എന്താണത്? നിങ്ങളെല്ലാം കേട്ടിട്ടില്ലേ? എന്താണ് മുഖ്യമന്ത്രി ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞ പ്രശ്നമാണോ? പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. അതിനെ അവർ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. പാലസ്തീൻ പ്രശ്നത്തിൽ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടർന്ന് വന്ന നിലപാട് ഈ ഗവൺമെൻറ് തുടരുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ഇവിടെ വളരെ ശക്തമായ കടന്നാക്രമണം പാലസ്തീൻ ജനതയ്ക്കെതിരായി ഇസ്രായേൽ നടത്തിയ സന്ദർഭങ്ങളിൽ ഇസ്രായേലിനെ ആ ഘട്ടത്തിൽ തുറന്നെതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വ്യാഖ്യാനം എന്താ? പഴയ കോൺഗ്രസ് ഭരണകാലത്ത് ചെയ്ത കാര്യങ്ങളാണ്. ആ ഭരണകാലം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസം? മുഖ്യമന്ത്രി അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും അഭിപ്രായ വ്യത്യാസം പറഞ്ഞില്ല. അന്ന് നെഹ്റുവിൻ്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള നിലപാട് ഇപ്പോഴത്തെ കോൺഗ്രസ് തുടരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അതൊക്കെ വെറുതെ, ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ അനാവശ്യമായ പ്രചരണം നടത്തുമെന്നല്ലാതെ അതിലൊക്കെ എന്താ അടിസ്ഥാനം? അതിലൊന്നും അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പരാമർശിക്കുമ്പോൾ അതിൻ്റെ ന്യായം എന്താണുള്ളത്? ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതല്ലേ, മീഡിയസ് തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളല്ലേ. അപ്പോൾ അതെല്ലാം ആവർത്തിച്ചിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൽ ജനങ്ങൾ വീഴില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.